സിനിജി ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം നമ്മുടെ നാട്ടിൽ എന്ത് ബാധിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ ഇന്ധനക്ഷാമം, പാചകവാതക ദൗർലഭ്യം, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത, ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് 2 ചരക്ക് കപ്പലുകൾ, ഒന്ന് മുംബൈ തീരത്ത് എത്തിയെന്ന് പറയുന്നു, ഒരെണ്ണം വരുന്ന ദിവസങ്ങളിൽ എത്തുമെന്നും പറയുന്നു. ഇപ്പോൾ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ ഏതാണ്ട് 28 എണ്ണോളം ഈ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ നിന്നാണ് ഈ 2 എണ്ണം നമ്മുടെ ഇന്ത്യൻ തീരത്തേക്ക് വരുന്നത്. ഇത്ര വലിയൊരു സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് മാത്രം ഈ ആനുകൂല്യത എങ്ങനെ കിട്ടി? ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമൂസ് കടലെടുക്കാണ് ഇറാന്റെ തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഒട്ടുമിക്ക ബിസിനസ് ആവശ്യങ്ങൾക്കുമുള്ള ചരക്ക് കപ്പലുകളും പോകുന്ന പ്രധാന പാതയാണിത്. ഇതിന്റെ ഒരു വശം ഈ പറയുന്ന ഇറാന്റെ നിയന്ത്രണത്തിലാണെങ്കിലും മറുവശത്ത് ഒമാനുണ്ട്. പക്ഷേ ഇവർക്ക് വല്ലാത്തൊരു നിയന്ത്രണമുണ്ട് അവിടെ. അതുകൊണ്ട് ഇവർ പറഞ്ഞിരുന്നു, ഇനി ലോകത്തിന്റെ ഒരു രാജ്യത്തേക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനം, ഇപ്പോൾ പ്രകൃതിവാതകം ആയിക്കോട്ടെ, പെട്രോളും ഡീസലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു വാദവും, ഒരു പാചകവാദം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. കാരണം ഞങ്ങൾക്ക് മേൽ ഉപരോധം, ഞങ്ങൾക്ക് മേൽ ആക്രമണം അങ്ങനെ സംഭവിച്ചാൽ ഇനി ലോകരാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് കടക്കണിയിലാക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ, ഇതാണ് ഇറാന്റെ ലക്ഷ്യം. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ GCC രാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം തെറ്റായിപ്പോയി, അത് ചെറിയ പിഴവ് വന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇനി അവരെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ ഇതേ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു. ദുബൈയിൽ എയർപോർട്ടിൽ ആക്രമിച്ചു, കുവൈറ്റിൽ ആക്രമണം നടത്തി, സൗദിയിൽ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ല തീരുമാനം കൈക്കൊള്ളുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സൈനിക വിഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മേലധ്യക്ഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗ്രൂപ്പ്. അവരാണ് ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കും നിയന്ത്രണം വരുത്തുന്നത്. അവിടെ ഈ സംഘർഷം കനത്തോടുകൂടി 27ഓളം ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങിക്കിടന്നു, ഇന്ത്യയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. ചൈനയുടെ കപ്പലുകൾക്ക് മാത്രം കടന്നു പോകാൻ അനുമതി കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കടന്നു പോയിരിക്കുന്നത്? അവിടെ ഗേറ്റ് വെച്ച് അടച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷേ ഇവർക്ക് കടലിനടിയിൽ മൈനുകൾ വിതറാൻ സാധിക്കും. അങ്ങനെ മൈനുകൾ വിതറാൻ വന്ന 16ഓളം ബോട്ടുകളെയും കപ്പലുകളെയും അമേരിക്ക തകർത്തു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭീതി നമുക്ക് മനസ്സിലായത്. പക്ഷേ നമുക്ക് ഈ പറയുന്ന ചരക്ക് ഗതാഗതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുമായിട്ട് ചർച്ച നടത്തുന്നു. ടെലിഫോണിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാം. ഇപ്പം പോയത് തായ്ലൻഡ് പതാകയും വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പലാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് പോകുന്നത് കൊണ്ട് അതിനെ കടത്തി വിട്ടതാണ്, ഇന്ത്യയുടെ കപ്പലല്ല. അപ്പോൾ അത്തരത്തിൽ 2 കപ്പലുകൾ ആദ്യഘട്ടത്തിൽ പോകുന്നു. ഇതിൽ കൂടുതൽ കപ്പലുകൾ പോയാൽ ഇവർ മൈനുകൾ എവിടെ വിതറിയിട്ടുണ്ട്, അല്ലെ കടലിനടിയിലൂടെ എങ്ങനെ മിസൈലുകൾ ഉപയോഗിക്കും എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായാൽ മറ്റ് ലോകരാജ്യങ്ങൾക്കും പ്രശ്നമുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പ്രധാനമായിട്ടും ഷിയ വിഭാഗം. ഇവരുടെ ചിന്ത നമ്മുടെ ഈ ലോകത്ത് ജീവിക്കണമെന്നല്ല, ഇവിടെ നിന്ന് ആത്മാഹുതി ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് ഷഹീദ് നടത്തിയിട്ട് പരലോകത്തേക്ക് ചെല്ലണമെന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് ഒന്നും നോക്കാനില്ല. ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞങ്ങൾ എന്ത് വില കൊടുത്തും ഇതിലെ കൂടെ കപ്പൽ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാവുന്ന, കാരണം ഇറാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മറ്റ് രാജ്യങ്ങളിൽ ഈ പ്രോക്സികളെ ഉപയോഗിച്ച് എതിരാളികളെ വീഴ്ത്തുന്ന ഒരു പരിപാടി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളയെ ഉപയോഗിച്ചിട്ടായിക്കോട്ടെ, ഹൂത്തികളെ ഉപയോഗിച്ചിട്ടായിക്കോട്ടെ, ഇതൊക്കെ അവരുടെ തന്ത്രമാണ്, എക്കാലം അവർ ചെയ്യുന്ന. അപ്പം ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായില്ല. അവിടെ ഉണ്ടായിരുന്ന ഖമനയുടെ പിന്തുടർച്ചക്കാരൻ, അയാളുടെ മകൻ തന്നെ വരുന്നു. അപ്പോൾ പാവ സർക്കാർ വരുന്നില്ല, അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ വരുന്നില്ല. അമേരിക്കയുടെ ആയുധ കലവറയിൽ ആയുധങ്ങളുടെ എണ്ണം തീർന്നു വരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ നയതന്ത്രം എന്ന് പറയുന്നത് ലോകത്തിൽ ഇപ്പോൾ മികച്ച മാതൃകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കപ്പലുകൾക്ക് മാത്രം കടന്നു പോകാൻ അനുമതി നൽകിയത്. 2 കപ്പലുകൾ നമ്മുടെ കടന്നു പോകുമ്പോൾ ആക്രമണം ഉണ്ടാകാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇറാന്റെ, അതായത് IRGSന്റെ തീരുമാനം എന്ന് പറയുന്നത് അവരെ ആക്രമിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. എപ്പോഴെങ്കിലും അത് മാറിയിട്ട് അമേരിക്കയുടെ ഒരു കപ്പലോ അമേരിക്കയ്ക്ക് പോകുന്ന ഒരു കപ്പലോ ആണെങ്കിൽ അവർ ആക്രമണം നടത്തില്ല. മുമ്പ് നമ്മുടെ ഇസ്രായേൽ ജൂണിൽ ആക്രമണം നടത്തിയ സമയത്ത് അന്നും ഈ ഹോർമൂസ് ഒരു ചർച്ചാ വിഷയമായി. അതെ. അപ്പൊ അന്ന് കപ്പലുകൾ സുരക്ഷാ ആശങ്ക ഒഴിവാക്കാൻ വേണ്ടി എടുത്തൊരു തന്ത്രമുണ്ട്. ഈ കപ്പലുകൾ നമ്മുടെ ഇസ്രയേലുമായി യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ഈ കപ്പല് റഷ്യയുമായി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് GPS സിഗ്നലുകൾ കൊടുക്കണമല്ലോ കപ്പൽ. അപ്പൊ അത്തരം സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് പോയത്. പക്ഷെ അന്ന് ഇത്ര പ്രതിസന്ധി, അന്ന് ഇത്ര വലിയ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലും അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കഥ മാറി. ഇപ്പൊ വാസ്തവത്തിൽ ഇപ്പൊ ഇറാൻ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആയുധശേഷി ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഹോർമൂസ് അവര് അടക്കി ഭരിക്കുന്നിടത്തോളം കാലം അമേരിക്കക്ക് ഈ യുദ്ധം എത്ര കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ നേരിട്ട് അമേരിക്കക്ക് ഈ ഇന്ധന പ്രതിസന്ധി ഒരുപക്ഷെ നേരിട്ട് ബാധിക്കുന്നില്ല, വെനസ്വേലയൊക്കെ നേരത്തെ പിടിച്ചെടുത്ത് വെച്ചതുകൊണ്ട്. പക്ഷെ ഭാവിയിൽ ട്രംപ് നിർബന്ധിതനായി തീരില്ല, ഈ യുദ്ധം എത്രയും പെട്ടെന്ന്
അവസാനിക്കും. കാര്യം അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പാളി. അപ്പൊ ഇനിയും ഈ യുദ്ധം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന് എന്തർത്ഥമാണുള്ളത്? ട്രംപ് കുറെ കൂടി നാണം കെടും എന്നതിനപ്പുറം. അല്ല, ട്രംപിന്റെ ഒരു പ്രശ്നം പറ്റി, ഒരു പാളിച്ച പറ്റി എവിടെയെന്ന് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, എന്ത് ലക്ഷ്യം കണ്ടിട്ടാണ് യുദ്ധം നിർത്തേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ട്രംപിനോ അല്ലെ അമേരിക്കൻ ഭരണകൂടത്തിനോ ഉണ്ടായില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനോട്ട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം കണ്ടു, ഇനി ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല പാകിസ്ഥാൻ നമ്മുടെ കാല് പിടിച്ചു. ഇവിടെ അവിടുത്തെ ഭരണാധികാരി ഇവർക്കൊന്നും ശരി ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞു ഒന്നുകിൽ ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഈ ഇറാന്റെ പ്രതിരോധം എന്ന് പറയുന്നത് അവർ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്കാണ്. അതായത് 4 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു യുദ്ധം 12 ദിവസമായിട്ടും തീർന്നില്ലെന്ന് മാത്രമല്ല, 14 ഇറാന്റെ തിരിച്ചടി കൂടുതൽ ശക്തമാവുകയാണ്. മാത്രമല്ല ഇറാന് റഷ്യയുടെ ഭാഗത്തുനിന്നും ചൈനയുടെ ഭാഗത്തുനിന്നും പരോക്ഷമായ പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട്. ഇത് വല്ലാത്ത ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. അതുമാത്രമല്ല ട്രംപിന് ഇപ്പൊ തൻ്റെ രാജ്യത്ത് നിന്നുള്ള ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല. ഈ 10 ദിവസത്തെ ആക്രമണങ്ങളിൽ 140ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. 6 പേര് കൊല്ലപ്പെട്ടു. പക്ഷേ ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് പുറത്തുവിടുന്നില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു സൈനികൻ കൊല്ലപ്പെടുക, പരിക്കേൽക്കുക എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ജനവികാരത്തെ വല്ലാതെ ഇളക്കി വിടും. കാരണം എന്തിനു വേണ്ടി യുദ്ധം, ആർക്ക് വേണ്ടി യുദ്ധം? അതാണ് പ്രശ്നം. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാനെ പോയി ആക്രമിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ട വ്യക്തി ട്രംപാണ്. അപ്പോൾ ട്രംപ് ഒരു പരാജയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. മാത്രമല്ല ഈ നവംബർ മാസം ആകുമ്പോൾ അവിടെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് ഹിതപരിശോധനയൊക്കെ വരും. ആ സമയത്ത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി വളരെയധികം ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പം അധികാരത്തിലുള്ളത്. അവർക്ക് എതിരായിട്ടുള്ള വികാരം വന്നാൽ ട്രംപിന് ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ട്രംപിന് എങ്ങനെയും യുദ്ധം വിജയിച്ചേ പറ്റുന്നത്. അവിടെ അത്ര സേഫ് അല്ല. കാര്യം ഈ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവിടെ അമേരിക്കൻ കോൺഗ്രസിൽ ഒരു പ്രമേയം വന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന തരത്തിൽ. അപ്പൊ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിൽ ഭരണപക്ഷ അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ എപ്സ്റ്റീൻ കേസ് ഫയലുമായി ബന്ധപ്പെട്ട് ട്രംപിനെ അവിടെ തുണിയുരിഞ്ഞ് നിർത്തിയേക്കുകയാണ്. അപ്പൊ അതില് ഈ കേസ് ഫയൽസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഈ മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ കുറെ കൂടി തനിക്ക് അനുകൂലമായ ഒരു ദേശീയ വികാരം ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്ലാനായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ ഇവിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യുദ്ധം നടത്തേണ്ടത് വാസ്തവത്തിൽ ഇസ്രയേലിന്റെ ആവശ്യമായിരുന്നു ട്രംപിനേക്കാൾ. ഇപ്പൊ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ കാര്യമായ ആരും ഒന്നും പറയുന്നുമില്ല. ഈ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ട്രംപുമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞാൽ ഈ പെൻസിൽവാനിയയിൽ ഇവിടെ പ്രൈമറി നടന്നു. ഈ പ്രൈമറി നടന്നപ്പോൾ ട്രംപിന്റെ പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ട്രംപിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ സമ്മർദ്ദം. ഇവിടെ ഇനി യുദ്ധം വിജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇസ്രയേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ട്രംപ് കൃത്യമായിട്ട് പ്ലാനിങ് നടത്തുന്നു. ഇപ്പോൾ കീർ സ്റ്റാമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരത്തെ അമേരിക്കയെ പിന്തുണച്ചില്ല, പക്ഷേ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടന്റെ ഒരു വിമാനവാഹിനി കപ്പൽ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു. സൈപ്രസിൽ പ്രശ്നമുണ്ടായപ്പോൾ സൈപ്രസിലേക്ക് ഈ പറയുന്ന വിമാനവാഹിനി കപ്പൽ B-1 ബോംബർ വിമാനങ്ങൾ ഇതൊക്കെ എത്തിക്കുന്നു. അപ്പോൾ പല മേഖലകളിൽ നിന്ന് ആക്രമിക്കുക. കാരണം അമേരിക്കയുടെ ഒരു ധൈര്യം എന്താണെന്ന് പറഞ്ഞാൽ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഈ പറയുന്ന വ്യോമസേനയുടെ ആക്രമണം, വിമാനങ്ങൾക്ക് ആക്രമിക്കാം, അത്രയും ശക്തി ഇറാനില്ല. പക്ഷേ ഒരു കരയുദ്ധത്തിന് ശ്രമിച്ചാൽ വലിയ തിരിച്ചടി കിട്ടുകയും ചെയ്യും. കാരണം ഇറാന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മരുഭൂമി, അതുപോലെ കുന്നും മലയൊക്കെ നിറഞ്ഞ പ്രദേശം. അവിടെ പോയെന്ന് ഒരു ഗൊറില്ല യുദ്ധം നടത്തുന്ന ഇറാന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ സർവനാശമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ മൂന്നാം ലോക മഹായുദ്ധം കൊടുത്തു കഴിഞ്ഞു. കാര്യം അഫ്ഗാനിസ്ഥാനിൽ എന്താണോ സംഭവിച്ചത്, അമേരിക്കൻ സേന എങ്ങനെയാണോ അവിടുന്ന് പിൻവാങ്ങിയത്, അതേ ഒരു അവസ്ഥയിലേക്ക് കരയുദ്ധം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാം, അമേരിക്കൻ സേനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ തന്നെ ബുദ്ധിയും ബോധവും ഉള്ളവർ ട്രംപിനെ ഉപദേശിച്ചിരുന്നു. അപ്പോൾ ആ കരയുദ്ധത്തിന് ഇറങ്ങാനും മാത്രം ഇനി ട്രംപ് ധൈര്യപ്പെടില്ല. അവിടെ ഉറപ്പായിട്ടും ധൈര്യമില്ല. കാരണം കരയുദ്ധത്തിൽ ഇറാന്റെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഭൂപ്രകൃതിയാണ് അവർക്ക് വില്ലനായിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾ കൊണ്ടുപോയിട്ട് തങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ട്രംപിന്. അതിനു വേണ്ടിയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം നേടി. ആ രാജ്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് സഹായിക്കാൻ. കാരണം എന്താ വെച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ തണുപ്പൊക്കെയാണ്, അവർക്ക് ഓയിൽ കിട്ടിയേ പറ്റുള്ളൂ, അവർക്ക് തണുപ്പകറ്റാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ട്രംപിനെ സഹായിക്കാം. അങ്ങനെയാണെങ്കിൽ ട്രംപ് ധൈര്യപൂർവ്വം ഇനി കപ്പൽ അങ്ങോട്ട് കൊണ്ടുപോകണം. പക്ഷേ 3 കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി. ഈ 3ഉം ചെയ്തത് IRGC ആണ്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ മൈനുകൾ ഉപയോഗിച്ചു, ഞങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ മറ്റ് കപ്പലുകൾ ഹോർമൂസിൽ കൂടെ കൊണ്ടുപോകും? ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൂയസ് കനാൽ വഴി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ ഇറാന്റെ പ്രോക്സിയായ ഹൂത്തികൾ ഈ പറയുന്ന മേഖലയിലുണ്ട്. അതുകൊണ്ട് ഈ യമനിൽ നിന്നുള്ള ആക്രമണം സൂയസ് കനാലിന്റെ നേർക്കും ഉണ്ടാകാമെന്നുള്ള ഒരു ഭയപ്പാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ നിന്ന ഒരു യുദ്ധം
പിന്നീട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിച്ചു. ഇപ്പോൾ ദാ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് കൂടെ വ്യാപിക്കുന്നു. അനാവശ്യമായിട്ട് സൈപ്രസിനെ കൂടെ വലിച്ചിഴയ്ക്കുന്നു. ഇപ്പോൾ ഗ്രീസിന്റെ ഒരു യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇറാൻ ലോകരാജ്യങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് അമേരിക്കയ്ക്കെതിരെ സ്വീകരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ ഒരു വലുപ്പം വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ ശക്തിയും വളരെ കൂടുതലാണല്ലോ. നിലവിൽ അവർക്ക് വ്യോമശക്തി കുറവാണെന്നേ ഉള്ളൂ. കരസേനയുണ്ട്, അതുപോലെ തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരവും കുറെ ഡ്രോണുകളുണ്ട്. പിന്നെ അവരുടെ സംശയം എന്താ വെച്ചാൽ ഇവർ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരുന്നു. അതുപയോഗിച്ച് ആണവായുധം നിർമ്മിച്ചിട്ടുണ്ട്. ഒരു 10 എണ്ണം വരെ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ഒരെണ്ണമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ലോകത്തിന് തന്നെ വളരെ വലുതായിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.